ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL EDITS. NKL EDITSൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ നമ്മുടെ വീഡിയോയിലോട്ടൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇവിടേക്ക് 2 ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ 2 ഫോട്ടോസ് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലിപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു മുകളിലെ ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് റൊട്ടേറ്റ് പോയിട്ട് നമ്മളതിനെ ഒരു 180 ആയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം വീണ്ടും ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മാറ്റേ മാസ്കിയിൽ പോയിട്ട് ഈ ഒരു റേഡിയൽ വൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശേഷം ഇവിടെ താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ബോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ബോത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൗണ്ടും കാര്യങ്ങളൊക്കെ 1 തന്നെയാണ്. ഓക്കെ, ശേഷം നമ്മൾ ഇവിടെ പ്രോഗ്രസ്സിൽ വന്ന് നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലായിട്ട് വന്ന് ഞാൻ ഇപ്പം ഇവിടെ 1 സെക്കൻഡ് വരെ സെറ്റ് ചെയ്യുക. ഓക്കെ, 1 സെക്കൻഡിൽ വന്നൊരു കീ ഫ്രെയിം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, 1 സെക്കൻഡിൽ വന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഇവിടെ എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0ലേക്കും ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതുപോലെ സെറ്റ് ചെയ്യും. ഓക്കെ, 360ലേക്കും സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു 4ാമത്തെ കർവ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്ക് വരാം. ഓക്കെ, ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം 2 ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ആയിരിക്കും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവണം. 2ാമത്തെ പിക്കൂടെ ഒരു തലകീഴായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയി റൊട്ടേറ്റ് പോയിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഈ 2ാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 180ലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ ആഡ് ചെയ്ത അതേ ഒരു ഗ്രാഫ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈപ്പ് എഫക്റ്റും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേവും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വന്നിട്ട് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് മിറർ എനേബിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഓക്കെ, ഇത് ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് വേവ് എഫക്റ്റോ ആയാലും സൂം എഫക്റ്റ് ആയാലും എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിലേക്ക് മുമ്പേ ചെയ്തൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടുന്നുണ്ട്. ഓക്കെ, ഒരു 2 സെക്കൻഡിലേക്ക് സോറി. അപ്പോൾ നമുക്കിതാ കണ്ടില്ല, നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു പിഞ്ച് ബൾജ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതെന്നേ ഉള്ളൂ. കണ്ടില്ല, ഇത് ഒരു അടിപൊളി ട്രാൻസിഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിലേക്ക് കൂടുതൽ മാറ്റം കൊണ്ടുവരാം. ഒരിക്കലും ഇപ്പം നിങ്ങൾ ഒരു ട്രാൻസിഷനിൽ നമുക്ക് എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ എല്ലാ എഡിറ്റിങ്ങിലും ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അത് വേവിലായാലും ഏത് കാര്യത്തിലായാലും CCയിലായാൽ പോലും നിങ്ങൾ ആ ഒരു ഐഡൻറ്റിറ്റി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ തന്നെയാണിത്. അപ്പം നിങ്ങളുടെ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ കൂടുതൽ എഫക്റ്റ് ചെയ്ത് അടിപൊളിയാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് NKL EDITS സൈനിങ് ഓഫ്.